നമസ്കാരം, ഞാൻ ഡിക്സൺ ജെയിംസ്, ടി പി ഗ്രൂപ്പിൻ്റെ എം ഡിയാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ സോഡ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ആദ്യ നടപടികൾ നമ്മൾ കാണിച്ചു. ആദ്യം ബോട്ടിൽ വാഷിങ്ങും പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് 2 വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളത്. ആ 2 വീഡിയോകൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാർബണേഷൻ എന്താണെന്നുള്ളതാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. CO2 ടാങ്കറിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ടാങ്കിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഈ ടാങ്കിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ CO2 ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഫുഡ് ഗ്രേഡായിട്ടാണ് നമ്മൾ കാർബണേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴിയിട്ടാണ് കാർബണേറ്ററിലേക്ക് പോകുന്നത്. കാർബണേറ്ററിലാണ് സോഡ എന്ന ഉൽപ്പന്നം ഉണ്ടാവുന്നത്. വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേരുമ്പോഴാണ് സോഡ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി കാർബണേഷനിലേക്ക് പോകാം. ഇതാണ് കാർബണേറ്റർ. ഈ കാർബണേറ്ററിൻ്റെ ഉള്ളിലാണ് ടാങ്കിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ ഹൈ പ്രഷറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉള്ളിലേക്ക് മുകളിൽ നിന്ന് വെള്ളം കടത്തിവിടുമ്പോൾ ഇത് ഒരു മഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചാറ്റൽ മഴ പോലെ ഹൈ പ്രഷറിലിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ആ സ്പ്രേയിങ്ങിലാണ് ശരിക്കും സോഡ ഉണ്ടാകുന്നത്. ആ സോഡയാണ് നമ്മൾ പൈപ്പ് ലൈനിലൂടെ കൊണ്ടുവന്ന് ഫില്ലിംഗ് മെഷീനിലേക്ക് വരുന്നത്. അപ്പോൾ സോഡ ഇതിൽ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കിയതിന് ശേഷമാണ് വേറെ മെഷീനിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയാണ് സോഡ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഇത് ബോട്ടിലേക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, താങ്ക് യു.